ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസമായില്ല വീഡിയോ ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്മോക്ക്ഡ് ഹണി അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ഓവനോ എയർ ഫ്രയറോ ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാമെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് ഗ്രില്ലിങ് മാത്രമല്ല കേട്ടോ, ഇതിന് മുകളിൽ തേക്കുന്ന ഈ മസാലയും കൂടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ചിക്കനാണ് എടുത്തത്. ഒരു ചിക്കൻ 4 പീസാക്കിയിട്ടാണ് എടുത്തത്. ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്നും എടുക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള പീസസ് എടുത്താലും പ്രശ്നമില്ല. എന്നിട്ട് ആ ചിക്കനിൽ ഒന്നെങ്കിൽ ഫോക്ക് വെച്ചിട്ട് കുത്തുകയോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ ഒരു ഹാഫ് തക്കാളി, ഉള്ളി, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കൂടുതൽ മല്ലിയിലയും പുതിനയിലയും എടുത്തേക്ക്. പിന്നെ അതിലേക്ക് 2 മാഗി ക്യൂബും കുറച്ച് ചെറിയ ജീരകവും തൈരും കൂടെ ഇട്ടിട്ട് നല്ലോണം ഫൈനായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ അറബിക് മസാല, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ കുറച്ച് ചില്ലി ഫ്ലെക്സ്, ഒറിഗാനോ, ടൊമാറ്റോ കെച്ചപ്പ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. അതേപോലെ നമ്മൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ തന്നെ യൂസ് ആക്കണം, അല്ലാണ്ട് യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എരിവ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ഫുഡ് കളറാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മളെ ചിക്കന് ആ ഒരു റെഡ് കളറിന് പകരം ഒരു ബ്രൗണിഷ് കളറാണ് വരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് മാത്രം ചെയ്തതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഫുഡ് കളർ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടെന്ന് തന്നെയാണ്. എന്നിട്ടിത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു 3-4 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിൽ കൂടുതൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി ഞാനിത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവനോ ഞാൻ പറഞ്ഞില്ല എയർ ഫ്രയറോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഗ്രേവി നമ്മൾ മസാലയില്ലേ അതോടെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് പാനിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കൻ ചെയ്യുന്ന വീഡിയോ എൻ്റെ മന്തി ഉണ്ടാക്കുന്നതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും. ഈ ടൈമിൽ നമ്മൾ ചിക്കൻ മസാല ആക്കി ബാക്കി വന്ന മസാലയില്ലേ അതിലേക്ക് കുറച്ച് ഹണിയും ടൊമാറ്റോ കെച്ചപ്പും ചില്ലി ഫ്ലെക്സും ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ മുകളിൽ ആക്കേണ്ട ആ ഒരു മസാലയില്ലേ ആ ഒരു ഗ്രേവി തയ്യാറായിട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ സാധാ ഒരു ഗ്രില്ലഡ് ചിക്കനാ അതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആക്കി എടുക്കുന്ന ഇതിൻ്റെ മുകളിൽ തരുന്ന ഒരു മസാലയാണ്. നമ്മൾ മസാല ഷവായിയൊക്കെ കഴിക്കുന്നില്ല അതേപോലെ നല്ലൊരു ടേസ്റ്റാണ്. ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ ചിക്കന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് ചിക്കന് സ്മോക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ചാർക്കോളൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ ഇവിടെ സ്മോക്കായി കിട്ടിട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയി കിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പൊറാട്ടൻ്റെ കൂടെയോ മന്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യട്ടോ. മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ചിക്കനൊന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കട്ടോ. അതേപോലെ ഇതിൻ്റെ മുകളിലത്തെ ഗ്രേവി ആ ഒരു മസാല ഇല്ലേ അത് ഭയങ്കര ടേസ്റ്റാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എപ്പോൾ ചെയ്യുമ്പോഴും അത് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ എല്ലാ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.